കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തി. സർക്കാർ വാഗ്ദാനം ചെയ്ത 2 ലക്ഷം രൂപ ഇനിയും ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ പിതാവ് വിനോദ് പറഞ്ഞു. ഷീറ്റിട്ട ഒറ്റമുറി വാടക വീട്ടിലാണ് കുട്ടിയും കുടുംബവും കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുട്ടിയും മാതാപിതാക്കളും കോഴിക്കോട്ട് നിന്നെത്തിയത്. വാടക വീട്ടിലാണ് കുട്ടി ഇപ്പോൾ കഴിയുന്നത്. കൂലിപ്പണിക്കാരായ ദളിത് കുടുംബമാണ് ഇവരുടേത്. പാലക്കാട് ജില്ലാശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കുട്ടിയുടെ വലതുകൈ മുറിച്ചുമാറ്റാൻ കാരണമായതെന്നാണ് പരാതി. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കെ ബാബു MLA ഇടപെട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിച്ചത്. എന്നാൽ പണം എപ്പോൾ കിട്ടുമെന്ന് അറിയില്ലെന്ന് വിനോദ് പറയുന്നു. സെപ്റ്റംബർ 24-ന് മുറ്റത്ത് കളിക്കുമ്പോഴാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിനോദിനിക്ക് വീണ് പരിക്കേറ്റത്. തുടർന്ന് ചിറ്റൂർ താലൂക്കാശുപത്രിയിലും പാലക്കാട് ജില്ലാശുപത്രിയിലും എത്തിച്ചെങ്കിലും ബാൻഡേജിട്ട് തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് പഴുപ്പ് കയറിയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് കൈ മുറിച്ചു മാറ്റിയത്. തൊഴിലിന് പോകാൻ കഴിയാത്തതുമൂലം വാടക കുടിശ്ശികയായതിനാലും വലിയ ബാധ്യതയാണെന്ന് പറയുന്നു. നമ്മ വരുമ്പോ ഇവിടേക്ക് വന്നില്ല. നമ്മ അപ്പുറത്തെ വീട്ടിൽ കുട്ടീനെ ആക്കിയിട്ടായിരുന്നു നമ്മളിവിടെ ക്ലീനൊക്കെ ചെയ്തിട്ടായിരുന്നു ഉള്ളിൽ കയറ്റിയത്. പിന്നെ ഇപ്പൊ എന്താണ് പറഞ്ഞാൽ അവള് ഭയങ്കര മൂഡ് ഔട്ടാണ്. സംസാരിക്കാനും പറഞ്ഞാൽ ഭയങ്കര എന്നോട് സംസാരിക്കില്ല. അങ്ങനെ എല്ലാവരോടും സംസാരിക്കില്ല. അവള് എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് അവൾക്ക് വിഷമം. ആരോടും സംസാരിക്കില്ല. അവിടെയായാലും ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടർമാരോടും ആരോടും സംസാരിക്കില്ല. ഈ മുറിന്റെ കാര്യം കൊണ്ട് അവൾക്ക് ഭയങ്കര കാരണം ഡോക്ടർമാരുടെ പിഴവ് കൊണ്ടല്ലേ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഡോക്ടർമാരോട് അവൾ സംസാരിക്കില്ല. ചില അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർമാരോട് മാത്രം അവൾ സംസാരിക്കുള്ളൂ. ആളുകളോടോ അതുമാതിരി എല്ലാവരോടും സംസാരിക്കില്ല. ഇഷ്ടം തോന്നുന്നവരിനോട് മാത്രം സംസാരിക്കുള്ളൂ. ഭയങ്കര മൂഡ് ഔട്ടാണ് അവള്. ഈ വാടക, വെള്ളത്തിന്റെ ബില്ല് അതെല്ലാം ഉണ്ട്. നമ്മള് അപ്പം അന്നു കൊണ്ടുവന്ന് അന്നു ജീവിക്കുന്നവര് നമ്മളിപ്പോ സർക്കാരിന്റെ നമുക്ക് നല്ലൊരു നഷ്ടപരിഹാരം വേണം പറഞ്ഞാൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃത്രിമ കൈവയ്ക്കാൻ 25 ലക്ഷം ചെലവ് വരും. 2 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്നാണ് വിനോദ് പറയുന്നത്. കുട്ടിയുടെ അമ്മൂമ്മ പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇവളുടെ കൈ വെക്കുന്നതിന്റെ എന്തായാലും വലിയൊരു തുക തന്നെ ആകും. പക്ഷെ നമുക്ക് 2 ലക്ഷം രൂപയൊന്നും നമുക്ക് സഹായം പോരാന്നല്ല. കിട്ടിയത് നമ്മ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കിത് പോരാ. ഇത്തിരി കൂടുതൽ നമുക്ക് വേണം തന്നെ പറയാം. കാരണം അവന്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണ്. അപ്പൊ അവര് നല്ലൊരു തുകേനെ നമുക്ക് വേണം തന്നെ നമ്മ പറയുന്നുള്ളൂ. പഠിപ്പിന്റെ എല്ലാം അവര് തന്നെ ഏറ്റെടുക്കണം. എല്ലാം പഠിപ്പ് പറഞ്ഞ പോലെ ചികിത്സ, ഇനി അവള് വലുതാകുമ്പോൾ അവൾക്ക് ഒരു ജോലി വേണം. അതെല്ലാം സർക്കാരിനെ ഏറ്റെടുക്കണം. എൻ്റെ മോളിൽ അവർ തന്നെ ഏറ്റെടുത്ത് എല്ലാ സഹായവും എല്ലാ നടപടിയും എടുക്കുക തന്നെ വേണം. പിന്നെ പോരാ തന്നെ അവർക്ക് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ട് കാര്യമില്ല, ഡിസ്മിസ് തന്നെ ആവണം. എൻ്റെ മോളുടെ കൈ പോയത് ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷെ നമുക്ക് അത് തിരിച്ച് കിട്ടൂല. പക്ഷെ ഇനി ഒരാൾ വന്ന് അവിടെ വന്ന് അഡ്മിറ്റ് ആയാലും അഡ്മിറ്റ് ആയല്ല ചികിത്സയ്ക്ക് വന്നാലും അവൻ്റെ ജീവൻ പോയില്ല എന്ന് എന്താ ഉറപ്പ് തരാൻ പറ്റില്ല ഡോക്ടർമാർക്ക്. UTV ന്യൂസ്, പാലക്കാട്.